ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചക്കറികൾ കൊണ്ടൊരു വെള്ളക്കുറുമയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ക്യാരറ്റ്, ബീൻസ്, സവാള, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂ നട്ടാണ്. ഒരു 15 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അത് കുതിർത്ത ശേഷം നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ റെസിപ്പിയാണ്. നമുക്ക് അപ്പത്തിനോടും ചപ്പാത്തി, പൂരി എന്നിവയോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പച്ചക്കറികൾ വെന്ത് വരുന്ന സമയത്ത് നമുക്കിനി കാഷ്യൂ നട്ട് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യം 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം ഞാൻ 1 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതാണ്. കറിയൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നമുക്ക് തീ കുറച്ച് വേണം ഇടാൻ. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കറി നല്ല കുറുകി കിട്ടുന്നതാണ്. കറി കുറുകിയാലുടൻ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കണം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കറി പിന്നെ അടുപ്പിൽ വെച്ചേക്കരുത്. ഉടനെ മാറ്റിയേക്കണം, അല്ലെങ്കിൽ അതിലേ ഇരുന്നങ്ങ് കുറുകിപ്പോകും. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.